ആദ്യം തന്നെ ഇതിനൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നിശ്ചയിച്ച റിലീസ് ഡേറ്റിന് മുമ്പ് തന്നെ ഇതിന് UA സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത് പല പേജുകളിലും നമ്മൾ കണ്ടു. അതൊരു ഒഫീഷ്യലായിട്ട് അംഗീകരിക്കാതെ ഇവര് പ്രൊഡ്യൂസേഴ്സ് അത് മുൻകൂട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് ഒരു റിവൈസിംഗ് കമ്മിറ്റി നിയോഗിച്ചത് അന്നാണ് ഈ ഇഷ്യൂ തുടങ്ങിയത്. ആ റിലീസിനോട് അടുത്ത സമയം വീണ്ടും ഇവരെ ഇത് റിവൈസിങ് ഒരു സൂപ്പർ സെൻസർഷിപ്പ് പല സിനിമകൾക്കും ഇപ്പൊ ഇന്ത്യയിൽ നേരിടുന്നുണ്ട്. അപ്പൊ സെൻസർ ബോർഡിന്റെ ഈ ഒരു ഫാൻ എന്ന രീതിയിലല്ല, ഒരു സിനിമാ ആസ്വാദകൻ എന്ന രീതിയിൽ ഒരു സൂപ്പർ സെൻസർഷിപ്പ് നമ്മുടെ സിനിമകൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. അത് പൊതുജനങ്ങൾ ചിന്തിക്കണം. പക്ഷെ സിനിമ ഒരു എന്റർടൈനിങ് ഉപാധി ഈ ആൾക്കാർ ഇത് കൂടുതൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഇപ്പോ ഇതിനകത്തേക്കുള്ള സെൻസർഷിപ്പ് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ പൊളിറ്റിക്സ് വ്യൂവിലായാലും എല്ലാത്തിലേക്കും അതൊരു കടന്നുകയറ്റം എന്തായാലും ഭാവിയിൽ ഉണ്ടാവും. ഈ സിനിമ എന്തായാലും വിജയുടെ ഒരു പൊളിറ്റിക്കൽ പ്രവേശനം സംബന്ധിച്ചുള്ള ഇഷ്യൂ തന്നെ ആവാനാണ് സാധ്യത. അവസാന സിനിമ എന്നുള്ള രീതിയിൽ അതിനുള്ള കഥാപരമായ അപ്രോച്ച്, പിന്നെ ഒരു പക്ഷേ പൊളിറ്റിക്കലി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറയുന്ന രീതി, അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സെൻസർഷിപ്പിനെ ഇങ്ങനെ ഒരു സൂപ്പർ സെൻസർഷിപ്പിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആ സെൻസർഷിപ്പ് എന്നുള്ള ആ ഒരു ബോർഡ് തന്നെ വളരെ ഒരു അപജയത്തിലൂടെ പോകുന്ന കാലഘട്ടമാണ്. നമുക്കറിയാവുന്ന പോലെ ഇത് 2017 ശേഷം ഇതിനൊരു റീകൺസ്റ്റിറ്റ്യൂഷൻ പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇവരൊരു ബോർഡ് മീറ്റിംഗിൽ കൂടി കൂടി ഒന്നും ഇരിക്കുക പോലും ചെയ്യാത്ത ഒരു സെൻസർ ബോർഡാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ അത് വളരെ സങ്കടകരമാണ്. എത്ര ഭാഷകളിൽ എത്രയധികം ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങുന്ന ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ ഏറ്റവും ഉന്നതമായ ബോഡി കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരുമിച്ചിരുന്ന ഒരു കാര്യത്തിൽ ഡിസ്കഷനോ ഒരു അപ്ഡേഷനോ ഒന്നും നടന്നിട്ടില്ല. ആകെ നടന്നത് അടുത്ത റീസെന്റ് നമ്മുടെ UA സർട്ടിഫിക്കേഷൻ 6+, 7+, 13+, അങ്ങനെയുള്ള ഒരു കാറ്റഗറി കൊണ്ടുവന്നു എന്നുള്ളതാണ് ആകെ 2017 ശേഷം നടന്ന ഒരു ചേഞ്ച്. അപ്പോ അവരുടെ ഒരു റീകൺസ്റ്റിറ്റ്യൂഷൻ പോലും നടക്കാത്ത ഒരു ബോർഡാണ്. അവർക്ക് എത്ര ഇതിനകത്ത് എങ്ങനെ നിയമം പറയാൻ അവർക്ക് എന്ത് അധികാരം എന്നാണ് പുറത്ത് നിന്ന് നോക്കുമ്പോൾ തോന്നുക. നിയമത്തിന്റെ നൂലാമാലകളും തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ പോയിന്റുകൾ വാദിക്കാനുണ്ടാവും. പക്ഷെ അനന്തമായ ഒരു സിനിമ നീളുന്നത് എത്ര 400-നടുത്ത് കോടിയോ എത്ര മുടക്കി ഇറങ്ങുന്ന ഒരു സിനിമയിൽ അവരുടെ ജീവിതമാർഗം ആ പ്രൊഡ്യൂസേഴ്സ് പല ബാങ്കേഴ്സിനെയും സമീപിച്ചായിരിക്കാം ഈ ഒരു സിനിമ ഇറക്കിയത്. അവരുടെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസിനും ഇതുപോലുള്ള ഒരു സൂപ്പർ സെൻസറിനും കാരണമാകുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ എത്ര കോടികൾ മുടക്കിയൊക്കെയാണ് ഓരോ സിനിമകൾ പുറത്ത് ഇറക്കുന്നത്. അതിനൊക്കെ ഒരു തിരിച്ചടി ആവുകയാണ് ഈ ഒരു നിയമവശങ്ങളെല്ലാം. ഈ പറഞ്ഞതുപോലെ എന്ത് നടപടി അല്ലെങ്കിൽ ഇതിലൊരു എപ്പോഴത്തേക്ക് ഈ സിനിമ കാണാൻ കഴിയുമെന്നുള്ളത് ആരാധകരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പ്രവേശനത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയമാണ് വിജയ്. അതൊക്കെ ആകാമല്ലേ ഈ ഒരു കടുംപിടുത്തത്തിന് കാരണമായി നമുക്ക് കരുതേണ്ടി വരും അല്ലേ? തീർച്ചയായും. കാരണം തമിഴ്നാട് നിയമസഭ തെരഞ്ഞെടുപ്പ് വളരെ ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് വരെ ഇത് പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതി വരെ പോയിട്ട് ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഇന്ന് ഹിയറിംഗ് കേട്ടപ്പോൾ വീണ്ടും അത് സിംഗിൾ ബെഞ്ചിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഇവര് നമ്മൾ പറയുന്ന പോലെ സെറ്റിൽ തട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിനിമയുടെ അവരിപ്പോ വെട്ടിക്കളഞ്ഞ ഭാഗങ്ങൾ ഇല്ലാതെ തന്നെയുള്ള ആദ്യം മുതലുള്ള വേർഷൻ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഇത് പോയിന്റ് 1, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഫ്രഷായിട്ട് ഈ സിനിമ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയെന്നാണ് ഇന്നത്തെ നിയമ നടപടികൾ വീക്ഷിക്കുമ്പോൾ തോന്നിയത്. സിംഗിൾ ബെഞ്ചിലേക്ക് വീണ്ടും വരുന്നു, വീണ്ടും ഹിയറിംഗ് ഉണ്ടാവുന്നു, വീണ്ടും വാദങ്ങൾ ഉണ്ടാവുന്നു. ഇത് വീണ്ടും ആ ഒരു ലൂപ്പിലേക്ക് ഈ സിനിമയെ അങ്ങ് എടുത്തെറിഞ്ഞ ഒരവസ്ഥയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഇതിനെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് ഇത്രയധികം ഹേർഡിൽ ഈ സിനിമയ്ക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.